ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നവരും കഴിഞ്ഞ വർഷം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. എയിംസിൽ BSc നഴ്സിംഗും മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കൊക്കെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതേപോലെ MScയിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 രീതിയിലാണ് രജിസ്ട്രേഷൻ ഉണ്ട്. ഫസ്റ്റ് ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് അതിൽ നിന്നൊരു കോഡ് ജനറേറ്റ് ചെയ്ത് അതിൻ്റെ സെക്കൻഡ് രജിസ്ട്രേഷനിലേക്ക് പോകാൻ സാധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ പറയാനുള്ള കാര്യം, ചാനൽ ഫസ്റ്റ് കാണുന്ന ആളുകളാണെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മറ്റുള്ള ആളിലേക്ക് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യണം. മാത്രമല്ല ലാസ്റ്റ് നമ്മൾ ഒരു സാധാ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ഒരാൾ ഏകദേശം 6 കോടിയിലധികം രൂപ സ്കോളർഷിപ്പോട് കൂടിയിട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട് PhDക്ക്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ അഡ്മിഷൻസ് നേടിയത്, അതിൻ്റെ പ്രൊസീജിയർ എന്തെല്ലാം എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റുഡൻസും ഭാവിയിലേക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ അടക്കം അത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് നോക്കാം. ബേസിക് രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്നത് ഏപ്രിൽ 4-ാം തീയതിയാണ് ബേസിക് രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അതിൻ്റെ നെക്സ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്. ആ നെക്സ്റ്റ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 12-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണ്ടെന്ന് നോക്കാം. ഇതിന് രജിസ്ട്രേഷൻ വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ പറയുന്നൊരു കാര്യം, ഒന്ന് നിങ്ങളുടെ ഇമെയിൽ ID ആണ്. നിങ്ങളുടെ തന്നെ ഇമെയിൽ ID കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചില കഫേകളൊക്കെ പോയി ചെയ്യുന്ന സമയത്ത് അത്രയും ഇമെയിൽ ID ഒന്നും കൊടുക്കരുത്. നിങ്ങളുടെ തന്നെ ഇമെയിൽ ID വേണം. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നെയിം, ബാക്കിയുള്ള ഇൻഫർമേഷൻസ്, അഡ്രസ്സൊക്കെയാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഒരു വാലിഡ് ഫോട്ടോ ID വേണം. അതായത് നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡോ ഒക്കെയാണ് വാലിഡ് ഫോട്ടോ ID എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ എന്താണോ അപ്ലോഡ് ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ ID പ്രൂഫായിട്ട് കൊണ്ടുപോകേണ്ടത്. അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫോട്ടോ, ഇമേജസ്, ലെഫ്റ്റ് തമ്പിൻ്റെ ഇംപ്രഷൻസ്, ഇത്രയും നിങ്ങൾ ഒരു സോഫ്റ്റ് കോപ്പി ആക്കിയിട്ട് വെച്ചിരുന്ന അതിൻ്റെ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോപ്പികൾ വേണം. പിന്നെ 10ാം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയൊക്കെ മാർക്ക് ഷീറ്റുകൾ, നിങ്ങളേതെങ്കിലും കാറ്റഗറി വരുന്നുണ്ടെങ്കിൽ SC ST അല്ലെങ്കിൽ OBC EWC കാറ്റഗറി വരുന്ന അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. നോർമൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 2000 റുപ്പീസാണ്. SC ST വിഭാഗങ്ങളൊക്കെ ആണെങ്കിൽ 1600 അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അങ്ങനെ നിങ്ങൾ ഇവിടുത്തെ ഫസ്റ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു ID-യും പാസ്വേഡൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് ബേസിക് രജിസ്ട്രേഷനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ സെക്കൻഡ് രജിസ്ട്രേഷനിലേക്കുള്ള വിൻഡോ ഓപ്പൺ ആവും. ആ സെക്കൻഡ് രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്കതിൽ നിങ്ങളുടെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വഴിയൊക്കെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.